ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ലോഗ്സ് ഗൈസ്. രാവിലെ നല്ല അധികം ഉറങ്ങിയില്ല രാത്രി. ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ ലേറ്റായിട്ട് ഉറങ്ങുന്നതുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ നല്ല പാടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 4 മണിക്കൂറെന്തോ ഉറങ്ങിയിട്ടുള്ളൂ. 3 മണിക്കോ 4 മണിക്കോ എന്തോണ് കിടന്നത്. 8 മണിക്ക് അലാറം വെച്ച് എണീച്ച് 10 മണിക്കുള്ള ഷോ ആണ്. എക്കോ കാണാൻ പോവാണ് ഗൈസ്. മേഘ പോരുന്നു പറഞ്ഞപ്പോൾ ഫോറം മോളിൽ പോകുന്നു. സിനിമ ആണ്, അവളും കണ്ടില്ല. തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബിക്കോസ് എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് എന്തായാലും നല്ല പടമാണെന്ന് അറിയാം. മനസ്സിലിപ്പോൾ അത് മൈൻഡിൽ അതുണ്ട്. എന്തായാലും അതങ്ങ് കണ്ട് ഫിനിഷ് ചെയ്തേക്കാം തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മളൊരു മാംഗ്ലൂരിയൻ സ്റ്റൈൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. എന്തോ ഫിഷ് മാർക്കറ്റോ അങ്ങനെ എന്തോ ഒരു കടയുണ്ടെന്നോ. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ഗീ റോസ്റ്റ് ഫ്ലോപ്പ് ആയതിനു ശേഷം എനിക്ക് കുറച്ച് ഓതന്റിക് ആയിട്ട് അത് കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്, എന്നിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യാം. അത് മേഘയാണ് സജസ്റ്റ് ചെയ്തത്. സോ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ് സി. അപ്പോൾ എന്തായാലും ഫോറം മോൾ വരെ പോകണം ഗൈസ്. രാവിലെ അവളിതൊരിക്കലും വന്നിട്ടില്ല. മേഘ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ കത്തിച്ചുവിട്ട് പോകുന്നു. പിന്നെ എനിക്കൊന്നും പരസ്യം ഉണ്ടാവും തോന്നുന്നു. അത്യാവശ്യം ഒരു 10 മിനിറ്റ് പരസ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. വലിയ ധൃതിയൊന്നും ഞാൻ വെക്കുന്നില്ല. പതുക്കെ പോയി കാണാം. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം. പിന്നെ ഈവനിങ് ഒരു നമ്മുടെ പഴയ ക്ലബ് ഹൗസിൽ നിന്ന് ഉള്ള ഒരു ഫ്രണ്ട്, പുള്ളിക്കാരി ദുബായിൽ അബുദാബിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഭയങ്കര സിംഗറായിരുന്നു കേട്ടോ. പണ്ട് ക്ലബ് ഹൗസിൽ നമ്മൾ പാട്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം പുള്ളിക്കാരി നാട്ടിൽ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളെ ക്ലബ് ഹൗസ് കൂട്ടായ്മ മിക്കവാറും ഇന്ന് വൈകുന്നേരം ടോണിയിൽ അവിടെ കൂടാനുള്ള പ്ലാനാണ്. ടോണിയിലെ ഒരു ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ഇല്ല അവിടെ. സോ ഇന്ന് കുറച്ചിത്തിരി അധികം ബിസി ആയിട്ടുള്ള ദിവസമാണ് ഗൈസ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഡേ. ബൈ. ഓക്കെ, ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. മേഘ ലേറ്റായി. ഞാൻ ജസ്റ്റ് ഒന്ന് മൂവിയിൽ കയറിയതിന് ശേഷം വരാം ഗൈസ്. മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇപ്പം ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒരു സ്ഥലത്താണ്. ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടില്ലേ ക്രിസ്മസിൻ്റെ സംഭവം. ഫോറം മോളിലാണ് ഈ സാധനം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മൂവി കണ്ട് ഇറങ്ങിയിട്ട് ഇതാ ഗൈസ്, ക്രിസ്മസ് ഡെക്കറേഷൻ. അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടോ മുറി വീട്ടിൽ? ഇല്ലല്ലോ. ഞാനും അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നോക്കാത്തത് ഗൈസ്. കുറേ ഇത് ഫ്രിഡ്ജ് മാഗ്നറ്റ് അല്ലേ? ഇത് കൊള്ളാം. ക്രിസ്മസ് അപ്പൂപ്പൻ ഡാൻസ് കളിച്ചിരിക്കുന്ന പോലത്തെ സെറ്റപ്പ്. ഇത് കൊള്ളാം ഗൈസ്. ഫോറം മോളിലാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കൊള്ളാം. ഇതിങ്ങനെ നടന്ന് നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവാം. അത്യാവശ്യം കൊള്ളാവുന്ന സാധനങ്ങളാണ് ഗൈസ്. നൈസ്. ഇതൊക്കെ നോക്കിയാൽ ക്യൂട്ട് പുൽക്കൂട്. ഇതാണ് വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുക. ക്യൂട്ട് പുൽക്കൂട് അല്ലേ? ദിസ് ഇസ് ലൈക്ക് ഷൂസ്. നൈസ്. കൊള്ളാം ഗൈസ്. പിന്നെ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെ ഉണ്ടോ? ചിക്കൻ ഡക്ക് എല്ലാം ഉണ്ട്. നൈസ്. പിന്നെ ട്രീ ഒക്കെ ഉണ്ട് ഗൈസ്. ഷീ ഈസ് ഗോയിങ് ക്രൈസി. എന്തൊക്കെയോ തപ്പി പിടിച്ചത്. ഇതെന്തോ സ്പൂണും ഫോർക്കും. ഇത് കൊള്ളാം അല്ലേ? ക്രിസ്മസിന് ഐസ്ക്രീം തിന്നാൻ പറ്റിയ സാധനം. വാട്ടർമെലൺ ബോൾ. ക്യൂട്ട് ഐറ്റംസ് ഗൈസ്. അപ്പോൾ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള വിശപ്പ് വരാത്തത് കൊണ്ട് വേഗം ഇങ്ങനെ ഓരോരോ ക്യൂട്ട് സ്ഥലങ്ങളൊക്കെ തപ്പി നടക്കുകയാണ് കേട്ടോ. ആദ്യം വെനീസോ മൊത്തം അരിച്ച് പറക്കിയിട്ട് ഇപ്പം ക്രിസ്മസ് ഡെക്കറേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും വിശപ്പ് വരുമ്പോൾ ഫിഷർമാൻസ് മാർക്കറ്റ് എന്നുണ്ട്. ഫിഷ് മാർക്കറ്റോ അങ്ങനെ എന്തോ പണ്ടുള്ള ഷോപ്പാണ് ഗൈസ്. അപ്പം അങ്ങോട്ട് പോയിട്ട് ഫുഡ് അടിക്കാനുള്ള പ്ലാനാണ്. എക്കോയുടെ റിവ്യൂ ഞാൻ എന്തായാലും വീട്ടിൽ എത്തിയിട്ട് ഇടാം ഗൈസ്. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കിടിലൻ പടം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന എവിടെയെന്നുള്ളത് തീരുമാനിച്ചിട്ട് വരാം ഗൈസ്. ഇതാണ് ഫിഷ് മാർക്കറ്റ് ഗ്ലോബൽ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ്. മാംഗ്ലൂരിയൻ സീ ഫുഡ് സ്പെഷ്യൽ. നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ 2-3 പ്രാവശ്യം വന്ന് എല്ലാം ട്രൈ ചെയ്ത മേഘ തോമസ്. ഇന്നും വെൽക്കം ടു അവർ വ്ളോഗ് വൺസ് അഗെയിൻ. ഓക്കെ ഗൈസ്, നമ്മൾ കയറി മാംഗ്ലൂരിൽ എന്താ സ്പെഷ്യൽ എന്ന് നോക്കട്ടെ. കഴിഞ്ഞ തവണ രാഹുൽ കൊണ്ടുപോയി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗീ റോസ്റ്റ് വാങ്ങിച്ച് തന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ വന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിൽ വന്നേക്കാണ്. ഇതൊരു വീട് പോലത്തെ സെറ്റപ്പ് ആണല്ലോ ഗൈസ്. ഇതെന്താ ഇത്, തറവാടോ? പടിയൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് ഓക്കെ ഗൈസ്, നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നേക്കുന്നത്. ലെറ്റ്സ് സീ ഗൈസ്. നല്ല രസമുണ്ട് കേട്ടോ. ഫിഷിൻ്റെ ഒക്കെ ഒരു മാംഗ്ലൂർ ഫിഷ് മാർക്കറ്റ്. ഒരാൾ എക്സൈറ്റഡ് ആയിട്ട് നീങ്ങുന്നൊക്കെ മറ്റേ ടൂർ ഗൈഡൊക്കെ പോലെ കൊണ്ടുവന്ന് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്നു ഗൈസ്. നല്ല ട്രാവൽ ഗൈഡ്, ഫിഷ് മാർക്കറ്റ് ഗൈഡ്, ഫുഡ് ഗൈഡ്. നല്ല രസമുണ്ട് കേട്ടോ. നൈസ്. അവിടെ കൊള്ളാം കേട്ടോ. ആ ഒരു ഏരിയ ഉള്ളതിൻ്റെ മഴ. ശരി ഗൈസ്, കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നല്ല മണം ആണ് ഗൈസ്. മെനു എവിടെ ഇരിക്കാമോ? അവിടെ. നൈസ്. ഗൈസ്, ഇവിടെ ബാൽക്കണിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മീൻ കഴിക്കാൻ വന്നിട്ട് ഇവിടെ കുറച്ച് ഇതെന്താ വീടോ ഹൗസ് ടൂറോ ഫുഡ് കഴിക്കാൻ വന്നിട്ട്? പുള്ളിക്കാരി മറ്റേ ബാൽക്കണിയിലൊക്കെ കയറി നിന്ന് അട്ടഹാസം കാണിക്കുകയാണ്.
അവർ പറയും AC റൂമിൻ്റെ AC കളയാൻ വേണ്ടി കഥവ് തുറന്നു. ചാടരുത്. ഇതെന്തോ മറ്റേ പുളിഞ്ചിക്കയല്ലേ? ഓ ഗൈസ്, പുളിഞ്ചിക്കയുടെ മരം അതാണ്ടോ ഈ ഫ്രൂട്ട്. പുളിഞ്ചിക്ക തന്നെ അല്ലേ ഇത്? പണ്ട് പിക്കിളൊക്കെ ഇട്ട് നമ്മൾ കഴിക്കുമായിരുന്നു. നെല്ലിക്ക പോലത്തെ ഷേപ്പും വേണ്ട. ഇവിടെ ഒരാൾ അത് പറിച്ച് തിന്നും തുടങ്ങി. ഓക്കെ കമോൺ, ലെറ്റ്സ് ഗോ. ഫിഷ് അടിക്കാം വാ കയറിയോ. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഞാനൊരു മീൽസും പോംഫ്രറ്റിൻ്റെ ഷെഫ് സ്പെഷ്യൽ മസാലയിൽ ഒരു സാധനം, മേഘ പ്രോൺസ് ഗീ റോസ്റ്റും നീർദോശയും. അപ്പം ഞാൻ അതിൽ കൈയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിക്കോളാം എന്താണ് സംഭവം എന്നുള്ളത്. നമ്മൾ ഒറിജിനൽ ഗീ റോസ്റ്റിൻ്റെ ഒരു സാധനത്തിൻ്റെ എക്സ്പെഡിഷനിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് രാഹുൽ വാങ്ങിച്ചു തന്നത് ഉടായിപ്പായിരുന്നു കേസ്. അതുകൊണ്ട് ഇവിടുത്തെ പുള്ളി ഇപ്പോൾ ഓർഡർ എടുത്ത പയ്യൻ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒറിജിനൽ എന്നൊക്കെയാണ് കേട്ടത്. അപ്പം എന്തായാലും ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. എനിക്ക് ഇഷ്ടമാവില്ല എന്നുള്ളത് ഞാൻ നോക്കട്ടെ. മീൽസ് എനിക്കറിയാം, എനിക്ക് പോംഫ്രറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് അത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും മിസ്സിങ് മധുചേട്ടൻസ് അവോലി ആൻഡ് മസാല. മധുചേട്ടൻ്റെ അവിടെ പോയിട്ടുണ്ടോ? ചേർത്തല മധുചേട്ടൻ്റെ അവിടെ പോയിട്ടില്ലേ? ഓ ഓ ഓ ഓ ഓ ഓക്കെ, ഞാൻ കൊതിപ്പിച്ചിട്ടില്ല. നമ്മുടെ പൈനാപ്പിൾ കുലുക്കി വന്നിട്ടുണ്ട്. പൈനാപ്പിൾ കുലുക്കി ഒന്ന് കലക്കിയിട്ട് കുടിക്കാം. എന്താ അറിയപ്പില്ല, പുള്ളിക്കാരിയുടെ ഓറഞ്ച് കുലിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ്. കുടിച്ച ഉടനെ ഒരു ഷോക്കിങ് ഇതൊക്കെ കിട്ടിയാണ്. ഞാൻ കുടിച്ചോട്ടെ. ഓ ഭാഗ്യം, ഇപ്പം എന്നെ പുറത്ത് വീണാനാ. കൊള്ളാം ഗൈസ്, നൈസ്. ഇറ്റ്സ് ഗുഡ്. സ്പൈസി പൈനാപ്പിൾ. ഇപ്പം സ്പൈസി പൈനാപ്പിൾ എൻ്റെ പുറത്തൂടെ വീണാനാ. ഭാഗ്യത്തിന് ഞാൻ മനസ്സിലായി പണി കിട്ടുമെന്നുള്ളത്. ഓക്കെ ഗൈസ്, ഒന്നുകൂടെ ട്രൈ ആവട്ടെ. കൊള്ളാം, റിയലി ഗുഡ്. ഐ തിങ്ക് ഓറഞ്ച് വുഡ് ബി മച്ച് ബെറ്റർ. അതെനിക്ക് മനസ്സിലായി. ഒരാൾ മിണ്ടാതിരുന്നൊരു സൈഡിൽ നിന്ന് കുടിക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് പോവും. അല്ല, ഇത് കുടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ദിസ് ഈസ് പൈനാപ്പിൾ വിത്ത് ചില്ലി. ഓറഞ്ച് നല്ല ക്വാളിറ്റി ഓറഞ്ച് ആയിരിക്കും. നൈസ്. പുള്ളിക്കാരും കട്ട ഫുഡിയാണ് ഗൈസ്, എനിക്ക് മനസ്സിലായി. പാഷൻ ടുവേർഡ്സ് അവിടെ കഴിച്ച ഫുഡിയാണെന്ന് പറയുമ്പോൾ മസിലൊക്കെ കാണിക്കും. കൊള്ളാം. ആ ഓറഞ്ച് കുലുക്കി കിട്ടിയതിന് ശേഷം പിന്നെ അനക്കമില്ല ഗൈസ് അവിടെ തന്നെ. അതോടെ എനിക്ക് മനസ്സിലായി ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അനക്കൊന്നുമില്ല. ഫുഡ് വരട്ടെ ഗൈസ്, മീൽസ് കഴിക്കാനുള്ളതാണ്. ഇത് ഒത്തിരി കുടിക്കുന്നില്ല. ഇതാണ് നമ്മുടെ മീൽസ് ഗൈസ്, വളരെ സിമ്പിൾ. ഓ, ഇത് ചെറിയ മീൻ, അത്യാവശ്യം സൈസ്. ഇത് ഇത്രയേ ഉള്ളല്ലേ? അപ്പോൾ യു ക്യാൻ ഹെൽപ്പ് മീ വിത്ത് ദാറ്റ്. ഓ, അതാണ് ദോശ ഗൈസ്. ഓക്കെ, ഫിഷ് ഫ്രൈ കുറച്ച് വലുതായിപ്പോയി. കുഴപ്പമില്ല, അതിൻ്റെ പൊടി മാത്രമേ ഉള്ളൂ. പൊടിയുടെ അടിയിൽ ചെറിയ മീനായിരിക്കും എന്ന് വിശ്വസിക്കാം. ഇത് പോംഫ്രറ്റ് ഫ്രൈ ഷെഫ് സ്പെഷ്യൽ മസാല. ഇതാണ് നീർദോശ. ഇതാണ് ഗീ റോസ്റ്റ്. യെസ്, പ്രോൺസ് ഗീ റോസ്റ്റ്. അതാണ് ഈ സാധനം. അതെ, പ്രോൺസ് ഗീ റോസ്റ്റ് മസാല. അതാണ് കേസ്. ഇതും ഞാൻ ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് പിന്നെ ഓക്കെ, പിന്നെ മസാലയുടെ ടേസ്റ്റ് മാത്രം വി ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട് ഗൈസ്. ചോറ് വന്നില്ല, വെയിറ്റിംഗ് ഫോർ ദ ചോറ്. ഇതൊക്കെ എന്താണെന്നോ ഐ ഡോണ്ട് നോ വാട്ട് ദിസ് ഇസ്. ഇതൊക്കെ 2 തോരനും ചമ്മന്തി അച്ചാർ. ചോറ് വന്നു, മതി, താങ്ക്സ്. ഓക്കെ, 2 സ്പൂൺ ചോറ് തന്നെയുള്ള ആരോഗ്യമുള്ളൂ ഗൈസ്. സോ ലെറ്റ് മീ സീ. ഇതൊന്ന് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് സീ. മതി. ഷീസ് ഹാപ്പി വിത്ത് അവർ ദോശ. ദോശയും പ്രോൺസുമാണ് തിന്നത്. ഞാൻ വിശപ്പൊന്നും ഇല്ലെങ്കിലും ഞാൻ മീൽസ് എടുത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. നോക്കട്ടെ, വെയിറ്റ്. ആദ്യം നമുക്ക് അവരുടെ നല്ല ചൂട് കേട്ടാ. അമ്മച്ചിയേ, ഈ പൊടിയാണ് കഥ കൊണ്ടുവന്ന. നോക്കട്ടെ, ജസ്റ്റ് ഉണ്ടാക്കിയതേ ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ അതൊന്ന് കുറച്ച് കഴിച്ചോട്ടെ. ഫിഷ് കറി ബാങ്ക്സ് കൊള്ളാം. ഇത് സത്യം തന്നെ അവർ ഫ്രീ ആയിട്ട് തരുന്ന ഫിഷ് കറിയാണ് ഗൈസ്. അത് തന്നെ കൊള്ളാം. സാമ്പാർ വെച്ചോ ഗൈസ്. ഐ ഹാവ് ടു സീ ഇഫ് ദ സാമ്പാർ ഇസ് ഗുഡ്. സാമ്പാർ അല്ലേ, രസത്തിൻ്റെ ടേസ്റ്റ്.
ഇനി വേറെ ദോശ പറയേണ്ടി വരും. ഞാൻ പിടിക്കുന്നത്. ഓ യു ആർ ഓൾറെഡി എത്തി. വേണ്ട, കുഴപ്പമില്ല. ഇങ്ങനെ ഗൈസ് ദോശ അവിടെ ഇരിക്കട്ടെ. പ്രോൺസ്, ഗീ റോസ്റ്റ്, ട്രൈങ് ഔട്ട് ഗീ റോസ്റ്റ് വിത്ത് ദ മസാല. ഗുഡ്. ഇന്ന് ദോശ ഹാസ് എ വെരി ഡിസ്റ്റിങ് ടേസ്റ്റ്. ഒരു അപ്പവുമല്ല ദോശയല്ലാത്ത ഒരു സാധനം. നീർദോശ കൊള്ളാം. ഈ മസാല ഇഷ്ടപ്പെട്ടു കേട്ടോ. വെൽ ട്രൈ ദ മസാല പ്ലേറ്റിൽ. ദിസ് ഈസ് ദ ഗീ റോസ്റ്റ് മസാല ഗൈസ്. യം കൊള്ളാം. ബട്ട് മെയിൻ ടാസ്ക് ഈസ് ദിസ്. നമ്മൾ രണ്ടിനും കൂടെ ഫിനിഷ് ചെയ്യണം കേട്ടോ. I think we can, and I think ചോറിന്റെ കാട്ടും I think I'll go with നീർദോശ. ഓക്കെ, കാണുന്നുണ്ടോ? ലുക്ക് അറ്റ് ദാറ്റ് സോഫ്റ്റ്നെസ് ഓഫ് ദ ഫിഷ് ഗൈസ്. അതിൻ്റെ ഞാൻ കഴിച്ചോക്കട്ടെ കുറച്ച്. ഇറ്റ്സ് എ ക്രഞ്ചി മസാല. പക്ഷേ ഫിഷ് ഇസ് വെരി സോഫ്റ്റ്. ഞാൻ ആ പൊടി കഴിക്കുന്നില്ല ഗൈസ്, പക്ഷേ മീൻ കഴിക്കാം. പൊടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തട്ടിപ്പോവും. സോ ക്രഞ്ചി പൊടി ടു മച്ച്. ഫിഷ് ഒരു രക്ഷയില്ല. നല്ല നല്ല ഫിഷും കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്, എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടായത്. അങ്ങനെ ഗൈസ് എല്ലാം കഴിച്ചു. അനങ്ങാൻ വയ്യാതെ കാറിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ഇത്രയും ഹെവി ആയിട്ട് ഞാൻ കുറേ നാളായി ഗൈസ് കഴിച്ചിട്ട്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഹെവി ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൽസ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ ഉറക്കപ്പിച്ചും അതിൻ്റെ കൂടെ ചോറുകൂടെ കഴിച്ചപ്പോൾ എനിക്കിപ്പോൾ കുറച്ചുകൂടെ ഉറക്കം വരുന്നുണ്ട്. എനിവേസ് നമുക്ക് മേഘയോട് ചോദിക്കാം, എന്താണ് ഇഷ്ടപ്പെട്ടത്? ഞാൻ ആസ് യൂഷ്വൽ ഞാൻ വൗച്ച് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് ഗീ റോസ്റ്റും നീർദോശയാണ്. നീർദോശയും അതുകൊണ്ട് ഒരാളുടെ സനു യു ലൈക്ഡ് ഇറ്റ്. യു സെഡ് ദാറ്റ്. മറ്റേ സനു കുറേ കാലമായിട്ട് മറ്റേ ഓജി ഈ പ്രോൺസിന്റെ ഇത് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഐ എം ഗ്ലാഡ് ദാറ്റ് യെസ് യു ഗോട്ട് മീ ഇൻ ടു ദ റൈറ്റ് പ്ലേസ്. അപ്പം അങ്ങനെ ഓജി പ്രോൺസ് ഗീ റോസ്റ്റും കഴിച്ച് പുള്ളിക്കാരിയും കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് ഞാൻ പോയി കുറച്ച് നേരമെങ്കിലും ഉറങ്ങട്ടെ കഴിച്ച്. ഇനി വൈകുന്നേരം ഒരു ജാപ്പനീസ് മീറ്റിംഗ് ഉണ്ട്. അതിന് എങ്ങനെ ഫുഡ് കഴിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പോയി എല്ലാവരും കണ്ട് ഹായ് പറഞ്ഞിട്ട് വരാം ഗൈസ്. അല്ലാതെ എനിക്കിനി കഴിക്കാനുള്ള ശക്തിയില്ല. അപ്പം അതാണ് പ്ലാൻ. ഇപ്പം എന്തായാലും പുള്ളിക്കാരി വീട്ടിൽ വിട്ടിട്ട് ഞാനൊന്ന് വീട്ടിലെത്തിയിട്ട് വരാം ഗൈസ്. അപ്പം ടാറ്റ ബൈ. ഓക്കെ, അപ്പം ടാറ്റ. മേഘ ഫുഡൊക്കെ അടുപ്പിച്ച് ഒരു വഴിക്കാക്കിയിട്ട് വിടുകയാണ് ഗൈസ്. എല്ലാം കൂടെ ഇന്നത്തേക്കുള്ളതായി. ആ മൂവി നൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസം നൈസാണ് ഗൈസ്. അപ്പോൾ ഇനി പോയി വൈകുന്നേരത്തെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യും. അപ്പോൾ താങ്ക് യു മേഘ ഫോർ ദ കമ്പനി. ബൈ, സി യു, ബൈ. അപ്പോൾ ശരി ഗൈസ്, ഞാൻ വീട്ടിൽ എത്തിയിട്ട് വരാം. ബൈ. വെൽക്കം ബാക്ക് ഗൈസ്. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ കിറങ്ങി ഞാൻ. അതിനുശേഷം ഞാനൊരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പം എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഗൈസ് ക്ലബ് ഹൗസിൽ. അപ്പം ആ സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്നവരെയൊക്കെ കൂടെ ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് റാൻഡം ആൾക്കാരെയൊക്കെ ക്ലബ് ഹൗസിൽ നിന്ന് പരിചയപ്പെട്ടവരെ എല്ലാവരും ആഡ് ചെയ്ത് ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. സോ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ലോൺലിനെസ്സും ആ സമയത്ത് എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചൊരു സമയമായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഉള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പം എനിക്കൊന്നും ഞാൻ ആ സമയത്ത് ഉറക്കമേ ഇല്ല. എല്ലാവരുമായിട്ട് രാത്രി ഫുൾ ടൈം ഇരുന്ന് സംസാരമായിരുന്നു. 24/7 അത് ഓണാണ്. ആ സ്ഥാനത്തിൽ ഞാൻ ഓൺലൈനും ആയിരുന്നു. അത്രമാത്രം ആക്റ്റീവായിരുന്നു ക്ലബ് ഹൗസിൽ ആ ഒരു കൊറോണ ടൈമിൽ. ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു ശരണ്യ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരി അബുദാബിയിലോ ദുബായിലെന്നോ ആണ്. ഇപ്പം ഷീ ഈസ് ഹിയർ ഇൻ കൊച്ചി. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ആകെ കൂടെ സോനു സുഹേറും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച് പോയി കാണാം. നമ്മൾ ടോണിയുടെ അവിടെയാണ് മീറ്റപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 6 മണിക്കാണ് അവൾ ആദ്യം പറഞ്ഞത്. 6 മണിക്ക് 7 മണിക്കോ പറഞ്ഞു. ഇപ്പം 8 മണിക്കാണ് പോകാൻ പ്ലാൻ. സോ ലെറ്റ് മീ ഗോ ദെയർ ആൻഡ് സീ ദം. ശരണ്യെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സുഹേറിനെ സോനുവിനെ പിന്നെ എപ്പോഴും കാണുന്നതാണ്. അവന്മാർ ഇവിടെ തന്നെ ഉള്ളവരാണ്. എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് ഫുഡ് എന്തെങ്കിലും അടിക്കണം, തിരിച്ചു വേണം ഗൈസ്. എനിക്ക് ഉറക്കം നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാവിലെ സിനിമയ്ക്ക് പോകണമെന്നുള്ളത്. സോ പോയിട്ട് എല്ലാവരുമായിട്ടൊന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരുന്നു. നേരത്തെ കിടന്ന് ഉറങ്ങുന്നു. അതാണ് പ്ലാൻ. സോ പോയിട്ട് വരാം ഗൈസ്. ഇട്ടുണ്ട് പട. ഇവരെയൊന്നും സംസാരം കിട്ടൂല. എൻ്റെ ഒറ്റ മൈക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സംസാരിക്കും, നിങ്ങൾ കേൾക്കും. ഓക്കെ. പിന്നെ തിരക്കില്ലാത്ത കട. നിനക്ക് ഒഴിഞ്ഞ കട വേണോ? നിനക്ക് പിന്നെ ഓക്കെ കയറിക്കോ. അവളവിടെ ഇരിപ്പുണ്ട്, അങ്ങറ്റ ഇരിപ്പുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ കയറിയിട്ട് വരാം. സ്നേഹപ്രകടനങ്ങൾ. വെൽക്കം വെൽക്കം. പിന്നെ
ഫൈനലി നിന്നെ കണ്ട്. നീ ബിനാലേക്കൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. യോ മാൻ, നിന്നെ ഞാൻ കാണിക്കാതിരിക്കോ ടോണി? കം ഓൺ മാൻ, കൺഗ്രാറ്റ്സ് നല്ല അടിപൊളി നിൽക്കുന്നുണ്ട്. ശരിക്കും തിരക്ക് കൂടി തോന്നുന്നല്ലോ ഇല്ലേ? ചൂടല്ലേ? ആ ബെസ്റ്റ്. ശരണ്യ എന്താണിത്? കോൺ ടെമ്പൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു, ഞാൻ ഇതേപോലെ ഈ ഇടയ്ക്ക് ഒരു എഗ് പഫ്സ് എടുത്ത് വായിലെടുത്തിട്ടായിരുന്നു. 2 ദിവസം വാ പൊള്ളിയിട്ട് അനക്കാൻ വയ്യാതിരുന്നേ. എഗ് പഫ്സ് ഇവിടെ, അത് പക്ഷേ ടേസ്റ്റ് ഇല്ലായിരുന്നു. മുട്ട പഫ്സ് അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നു. ഞാൻ അതെടുത്ത് ഒറ്റ കടി. ആ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ പോയി തൊണ്ടയിൽ ഒട്ടിയിരുന്നു, അത്രയും ചൂട്. 2 ദിവസം ഞാൻ അയ്യോ എന്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അടിച്ചു പോയി. വേറെ ലെവൽ പൊള്ളിപ്പോയി. അന്നത്തോടെ ഞാൻ പഠിച്ചതാ, ആക്രാന്തം പാടില്ല. ഫുഡ് വന്നു കഴിഞ്ഞാ ഇവന്റെയൊക്കെ അല്ലല്ല, ഇതൊരു പഫ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയത് തന്നെ. അന്ന് സത്യം പിന്നെ കുറച്ച് ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ പോയപ്പോ അതില്ല. എങ്ങനെയുണ്ട് വാ പൊള്ളിയിട്ട്? പുള്ളിക്കായിരിക്കും മതിയായി കേട്ടാ. ആ പോൺ ടമ്പൂര വന്ന ഉടനെ എടുത്ത് വായിലിട്ട്. ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. ഇതാണ് പുതിയ ഐറ്റം. ഇതൊന്ന് ചില്ലി വോണ്ടർ. അടേ അത് ചൂടാണ് കേട്ടോ. അടേ ഇപ്പൊ ഒരു പ്രാവശ്യം പൊള്ളി തരും. അത് എടുത്ത് പ്ലേറ്റിലിട്ടോ? ആ ഓക്കെ. അല്ല, അത് രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പൊ ഓൾമോസ്റ്റ് അതിന്റെ അകത്തുള്ള സ്റ്റീം അങ്ങ് പോകും. ജസ്റ്റ് സ്പ്ലിറ്റ് ഇറ്റ് ഇൻടു 2. അപ്പൊ തന്നെ പാതി. ഓ വാവ്. ഇതാണ് പുതിയ ഡിഷ് ഗൈസ്. ആ അതാ. ആ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. സംതിങ് ക്രിസ്പി ആയിട്ടുള്ള അല്ലേ? എന്തെങ്കിലും ക്രിസ്പി ആയിട്ടുള്ള വല്ല ഗാർലിക് എന്തെങ്കിലും ആണോ? കോൾക്കട്ട അല്ല, മറ്റേ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് റോ ബീഫ്. നിനക്ക് കഴിക്കാൻ പറ്റൂലല്ലോ, നീ കഴിക്കണ്ട. ഞാൻ കഴിക്കണോ വേണ്ടത് ആലോചിക്കുക. ഓ ഇത് ഭയങ്കര ബീഫ് കർപ്പാച്ചിയോ. ഇത് ഫോക്കസിലാവാനുള്ള കുറച്ച് പാടുണ്ട്. യു ക്യാൻ. ഓ വേറെ ലെവൽ ഫ്ലേവർ, പൊളി സാധനം ഗൈസ്. ദിസ് റോ ബീഫ് വേണമെന്നുള്ളൊരു, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ റോ മീറ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കഴിക്കാൻ കഴിയും. ഈ സാധനം അൾട്ടിമേറ്റ് ഐറ്റമാണ് കേട്ടോ. അവൻ്റെ ആ ഒരു കോമ്പിനേഷനാണ് സൂപ്പർ ഫ്ലേവർഫുൾ. ടു ഗുഡ്, നൈസ് സാധനം. കോംപ്ലിമെന്ററി ഐറ്റം തന്നെ, പൊളി, അടിപൊളി. ദിസ് ഇസ് മൈ റാമൻ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ജങ്ക് സ്റ്റൈൽ റാമൻ. ഇതൊരു പ്രത്യേക തരം റാമനാണ് ഗൈസ്, ഡ്രൈ റാമൻ വിത്തൗട്ട് ബ്രോത്ത്. ഗൈസ് ഇത് ചിക്കൻ റാമൻ. സോ അവൻ്റെ അവിടെ കഴിക്കുന്നത് പോർക്ക് റാമൻ. അത് ചിക്കൻ റാമൻ, ഷോയു റാമൻ. ഇത് വെജ് റാമൻ, പുള്ളി വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സുഹേറിന്റെ നൈസ് ബ്രോത്ത് ആണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല ബ്രോത്ത് കേട്ടോ. അത് വേറെ പേടിക്കണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്യും, നീ കണ്ണൊന്നും ഉരുട്ടണ്ട. ഗൈസ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഈ സാധനം കഴിക്കാൻ. സോ ലെറ്റ് മീ ഫസ്റ്റ് ഡു ദാറ്റ്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാം ഗൈസ്. ഇതിൻ്റെ ജങ്ക് സ്റ്റൈൽ റാമൻ എന്നാണ് പറഞ്ഞത്. സ്റ്റീവിൻ്റെ ബ്രിസ്ക്കറ്റ് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് നൈസ്. അതിൻ്റെ കൂടെ ഇവൻ്റെ റാമനും കൂടെ വരുമ്പം ഇറ്റ്സ് ഗോയിങ് ടു ബി അമേസിങ് ഐ ഫീൽ. സോ ലെറ്റ് മീ ജസ്റ്റ് ഫസ്റ്റ് ടേസ്റ്റ് ആൻഡ് കം ഗൈസ് എന്ന് പറയാം. ഞാൻ മിക്സഡ് വെൽ, അവനെ ഇട്ടേക്കുന്ന ഫ്ലേവർ എല്ലാം കൂടെ കയറണമല്ലോ. എന്താ ഇതെന്തോടെ ഇത്രയും ഫ്രോത്ത് വരുന്നില്ലടാ, ആഗ്രഹം. ആ ഓക്കെ ഗൈസ്, ടേസ്റ്റിംഗ്. ഓ ഞാൻ മെൽറ്റ് ചെയ്ത് പോന്നു, ചിക്കനൊക്കെ മെൽറ്റ് ചെയ്ത് പോന്നു. നീ തിന്നാ മതി, എനിക്ക് വേണ്ട. അത് മറ്റേ പോർക്ക് ചാഷു ആണ്. ഇത് കൊള്ളാടാ, നീ കഴിച്ചു നോക്കി, കഴിച്ചോ. സോ ഗുഡ് നോ. ആണല്ലോ, പുള്ളിയുടെ റാമൻ വേറെ ലെവലാണ്. ജപ്പാനിൽ പോലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഫ്ലേവറുള്ള റാമൻ കിട്ടും.
ഒരു ഭയങ്കര റിച്ച് അല്ലേ, ഭയങ്കര റിച്ച് ടേസ്റ്റ്. സോ ഗുഡ് ഗൈസ്. അത് ഇത്രയും ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാൾ പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ചോ ഗൈസ്. ഹിസ് റാമൻ ഹാസ് എ യുണീക് ഫ്ലേവർ. പുള്ളി അതാണ് സ്റ്റാൻഡ്സ് അപ്പാർട്ട് ഫ്രം. ദിസ് ഇസ് റിയലി ഗുഡ് ഗൈസ്. ഇത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വിശന്നിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വന്ന് ഞാൻ കഴിക്കാം ഗൈസ്. ഇപ്പം എനിക്ക് ജങ്ക് സ്റ്റൈൽ റാമൻ കഴിച്ചു തീർക്കാനുള്ളതാണ്. സോ ഇതിങ്ങനെ ഫുൾ മിക്സ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ലേസൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എല്ലാ സാധനങ്ങളും കൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം. ഇത് പ്രോപ്പർ ജങ്ക് സ്റ്റൈൽ റാമൻ എന്നാണ് പറഞ്ഞത്. എഗ്ഗും സാധനങ്ങളും എല്ലാം കൂടെ കംപ്ലീറ്റ്ലി ഇതാവണം ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. കൈക്കൊക്കെ മസിലിനൊക്കെ നല്ല എക്സസൈസായി. ഗൈസ് ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓ, ഇത് ഗോട്ട് ദാറ്റ് സ്മോക്കി ഫ്ലേവർ ഓഫ് ദ ബീഫ്. പിന്നെ റാമൻ ബ്രോത്ത് ഇല്ലാത്ത റാമനാണ്, ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. കൊള്ളാം, പ്രോപ്പർ ജങ്ക്. ഞാൻ എന്തിനാണ് ഇത് ഓർഡർ ചെയ്തത്? സാധാരണ ബ്രോത്തുള്ള പിടിച്ച ഇത്. ദിസ് ഇസ് ഡയറ്റ് ചെയ്യുന്നവർ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഗൈസ്. കഴിച്ചിട്ട് വരാം. ബൈ ഗൈസ്. ഒരു രക്ഷയില്ലാത്ത കാലറീസ് ആണ് ഇതിൻ്റെ അകത്ത്. അതല്ല, ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ് അല്ല, ചെറിയൊരു അൽഡൻ്റെ സെറ്റപ്പാണ്. അത് ബൈറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്. അത് കടിക്കുമ്പം ഒത്തിരി ഹാർഡാണ്. ദിസ് ഇസ് ഡ്രൈ റാമൻ. ദിസ് ഇസ് വെരി അൺയൂഷ്വൽ കോമ്പിനേഷൻ, ബ്രിസ്ക്കറ്റ് ആൻഡ് റാമൻ. ഫുൾ സ്മോക്കി ഫ്ലേവറാണ് ഗൈസ്. അത് പിന്നെ റാമൻ കഴിക്കാൻ വന്നാൽ ബ്രോത്തുള്ള റാമൻ കഴിക്കുക. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ബ്രിസ്ക്കറ്റ് ഇഷ്ടമാണ്, റാമൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദിസ് ഡ്രൈ റാമൻ. കുഴപ്പമില്ല. ഞാൻ സുഹേറിൻ്റെ ഒന്നും ആരും തിന്നേണ്ടി വരും മിക്കവാറും. എന്താണ് ഒന്നും മിണ്ടായത് മളാന്ന് അടിക്കുന്നു നോക്കിയാണ്. ഈ ഒരു റാമൻ, പൈത്തൺ റാമൻ, ഇത് അവിടെ പോർക്ക് വാങ്ങിച്ച് തിന്നുകൊണ്ടവൻ്റെ മറ്റേ എന്തോ കോഴി ഇടുന്നത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞല്ല, മൊത്തം ഇൻ നോ ടൈം ഫിനിഷ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രയും കിടിലാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഇത്? സൂപ്പർ അല്ലേ? ഈ സാധനം ഒരു രക്ഷയല്ല ഗൈസ്. മസ്റ്റ് ഹാവ് ആണ് സാധനം. ടോണിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് റാമനാണിത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത്. അത് ലിമിറ്റഡ് എഡിഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇവരുടെ പോർക്കും നല്ലതാണ്. അത് മൊത്തം വിഴുങ്ങി. ചിക്കനും അടിപൊളി കഴിച്ചു. അത് ഞാൻ ട്രൈ ചെയ്തു. സൂപ്പർ. ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഐ വൗച്ച് ഫോർ ഇറ്റ്. ഇറ്റ് ഇസ് ദാറ്റ് ഡാം ഗുഡ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 850 900 സംതിങ് എന്തോണെന്ന് തോന്നുന്നു. ബട്ട് ടോട്ടലി വർത്ത് ഇറ്റ്. ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ റേച്ചൽസ് ഓർച്ചർഡിൻ്റെ പാഷൻ ഫ്രൂട്ട് ഡ്രിങ്കാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ്. ഇതെന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്യണം ഗൈസ്. റേച്ചൽസ് ഓർച്ചർഡിൻ്റെ ആണ്, പാഷൻ ഫ്രൂട്ട് കോൺസെൻട്രേറ്റ് ആണെന്ന് തോന്നുന്നു. ഫിഷൊക്കെ ആഡ് ചെയ്ത് കഴിക്കാം, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഞാൻ അവനെ കൊണ്ട് മാക്കി ബ്രിസ്ക്കറ്റ് മൊത്തം തീറ്റിപ്പിക്കുന്നു ഞാൻ. നൈസ്. അപ്പോൾ ഗൈസ് നല്ല ഹാപ്പി മീലായിരുന്നു. ഇനി ഡെസേർട്ട് കൂടെ ഓർഡർ ചെയ്ത് തന്നെ ഫിനിഷ്. ജാപ്പനീസ് ചീസ് കേക്ക് ഓൾവേസ്. തഗ് ലൈഫ് നമ്മളെ കൂടത്തെ ഒരു തഗ്ഗുണ്ട് ഗൈസ്. എൻ്റെ കണ്ണാടിക്ക് കോമ്പറ്റീഷൻ എന്നൊക്കെ ഉടനെ എടുത്ത് വെച്ചിട്ട് ഷോ കാണിക്കുന്നു. ഉള്ളോൺ റാമനടിച്ച് കിണ്ടിയായിട്ടിരിക്കുന്നത് കണ്ടെണ്ണം. ഓ, അത് ട്രൈ ചെയ്യാൻ നോക്കിയതാണ്. അത് നടക്കാത്ത കേസാണ്. ആ കണ്ണാടി തെറിച്ച് മാറ്റാൻ മുഖത്ത് മേടിക്കുന്നു. പഴയ വില്ലന്മാര്. അമ്മച്ചി ഇതാണ് പുതിയ മെനു. ടോണീസ് കിച്ചൺ വെർഷൻ 2.0. ഇതാണ് ഐറ്റംസ്. ഇതിൽ ഈ ഒരു റാമൻ, ഈ ടോറി പൈത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, മസ്റ്റ് ഹാവ് ആണ് ഗൈസ്. അടിപൊളി സാധനം. ഈ സ്പൈസി ചിക്കൻ മോണ്ടൻ മെൻ ഇല്ലായിരുന്നു, അത് അവൈലബിൾ അല്ല. അത് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ചിക്കൻ മോണ്ടൻ ചിക്കൻ നല്ലതാണ്, അത് നമ്മൾ ട്രൈ ചെയ്ത്, അത് കൊള്ളാം. പക്ഷെ ഈ ഒരു സാധനം ടോറി പൈത്തൻ, ദാറ്റ് ഈസ് മസ്റ്റ് ഹാവ് ഗൈസ്. You should really try that and tell me if you like it or not. Okay. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് ജാപ്പനീസ് ചീസ് കേക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആ കാരമൽ ഡ്രസ്സിൽ അവൻ മുകളിൽ ഡ്രസ്സിൽ ചെയ്തിങ്ങനെ തരുന്നത് കിട്ടില്ല ടേസ്റ്റാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഡെസേർട്ട്.
This one ultimate cheesecake you can get in കൊച്ചി. എവൻ്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ചീസ് കേക്ക് കഴിക്കാതെ പോവരുത്. ചീസ് കേക്ക് നിങ്ങൾക്ക് പലയിടത്തുനിന്നും കിട്ടും, പക്ഷേ ഈ ക്യാരമലിൻ്റെയും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, വേറെ ലെവലാണ് ഗൈസ്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ അതിൻ്റെ സോഫ്റ്റ്നെസ് ഉണ്ടോ ഗൈസ്? കണ്ടോ ചുമ്മാ തൊട്ടാൽ മതി, അതിങ്ങനെ പൊടിഞ്ഞിങ്ങനെ വരും. എൻ്റെ അമ്മോ, ഈ എക്സ്പ്രഷൻ കാണിയാം. എൻ്റെ പൊന്നോ, ദിസ് തിങ് ഈസ് ഹെവൻ. ഈ സാധനം നിങ്ങൾ കഴിക്കാതെ അവിടെ നിന്ന് പോവരുത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ഗൈസ്, അടിപൊളി സാധനം. എങ്ങനെയുണ്ട് ശരണ്യ, പറയൂ. അതോട്ട് എന്തോ ഗ്രൂവ് ചെയ്യണം കേട്ടാ, ചോദിക്കേണ്ട ആവശ്യമില്ല. സെറ്റല്ലേ? നൈസ് നോ? അതിൻ്റെ കണ്ണൊക്കെ വെളി വന്നു. ഇവൻ വേറെ ഒരു ലോകത്തെത്തിയെന്നു ഗൈസ്. കിടിലൻ സാധനം, നോട്ട് ബ്ലഫിങ്, വേറെ ലെവൽ ടേസ്റ്റ്. ഓ പൊളി സാധനം. ആ കണ്ണാടി വെച്ചു, ആ തഗ് കണ്ണാടി എടുത്ത് ലുക്ക് ആവട്ടെ, ലുക്ക്. ആ വേണോ? അല്ല വേണ്ട, ഇനി എടുക്ക വേണം. ആ നീ വെച്ചോ, രാത്രി ഫുൾ പട്ടിഷോ. ഓക്കെ ഗൈസ്, നമ്മൾ റാമനൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുകയാണ്. ശരണ്യ അല്ല ജില്ലായിട്ട് വരൂ, നമ്മൾ ഉടനെ ഫുഡ് വ്ലോഗ് മറ്റേ തകർക്കുന്നതായിരിക്കും ഉടനെ കൊച്ചിയിൽ. അപ്പം സെറ്റ്. അപ്പം ഹാപ്പി മീറ്റിംഗ് യു ബോത്ത്. അടിപൊളിയായിരുന്നു, നല്ല കമ്പനിയായിരുന്നു. ആൻഡ് ടോണി ആസ് യൂഷ്വൽ നല്ല പൊളി റാമനൊക്കെ ആയിരുന്നു ഗൈസ്. എല്ലാവരും അനങ്ങാൻ വയ്യാതിരിക്കുകയാണ്. എന്താണ് രാത്രി പട്ടിഷോ? ഓക്കെ ഗൈസ്, ടേക്ക് കെയർ. അടുത്ത വ്ലോഗ് കാണാൻ വരെ, ബൈ.